ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. മുനമ്പം ജനതയ്ക്ക് ഇനി കരമടക്കാമെന്നുള്ള രീതിയിലേക്കുള്ളൊരു വിധി വന്നിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? വളരെയേറെ സന്തോഷമുണ്ട്. കരം അടയ്ക്കാമെന്നുള്ളൊരു വിധിയല്ല. ഞാനിന്ന് പേഴ്സണലി പോയി കരം അടച്ചു വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളിൽ പലരും കരം അടച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് ഇതൊരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണ്. എല്ലാത്തിലുപരി ഇത് ഒരു വ്യക്തി നൽകിയ ഒരു ഹർജിയുടെ പുറത്ത് കിട്ടിയ ഒരു വിധിയാണ്. വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം, സെബാസ്റ്റ്യൻ ജോസഫ്, എൻ്റെ ഇളയ സഹോദരൻ കൂടിയാണ്, ബിബി എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ ജോസഫ് നൽകിയ ഒരു ഹർജിയുടെ പുറത്താണ് ഇന്ന് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. അതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷവാന്മാരാണ്. ഇതിലെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ വഖഫ് ബോർഡിന് ഒപ്പം നിന്ന UDF-നും LDF-നും വലിയൊരു തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ ഇത്? UDF-നും LDF-നും മാത്രമല്ല, ഈ ഇരിക്കുന്ന ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അടിമകളായിട്ടുള്ള ഈ ഒരു സംഘടനയ്ക്ക് കൂടിയുള്ള തിരിച്ചടിയാണ്. കാരണം ഈ ഒരു സമരം തുടങ്ങിയതിന് ശേഷം രാഷ്ട്രീയമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്നവർ ഇന്ന് ഇരിക്കുന്നത് ചെയർമാനും കൺവീനറും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾക്കറിയാമായിരിക്കും. അതിനുശേഷമാണ് ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പിന്മാറിയതും. പിന്നെ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, കാരണം ഇവർ കൊണ്ടുവന്ന സീനിയർ വക്കീൽ എന്ന് പറഞ്ഞ ഒരു മുരിക്കും തോട്ടത്തിനെ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ മുരിക്കും തോട്ടം ഞങ്ങൾ ചതിക്കുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ വേറൊരു പുതിയൊരു വക്കീലിനെ, സീനിയർ ആയിട്ടുള്ള ഒരു വക്കീലിനെ, അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണി സാറിനെ ഞങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം ഇന്ന് നടത്തിയ വാദങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ വിധി കിട്ടിയത്. ഞങ്ങളുടെ ഈ ജനത ചെയ്തൊരു സംഭാവനയാണ്. ഈ ഒരു കൂട്ടായ്മ ഈ 610 കുടുംബങ്ങൾക്ക് ചെയ്തൊരു സംഭാവനയാണ്. ഇതിലെ അവകാശം ആർക്കും എടുക്കാനില്ല. ഇപ്പോൾ ഈ BJP-യുടെ ഒരു നിലപാട് ആദ്യം മുതൽക്കേ തന്നെ ഈ വഖഫ് ബോർഡിനെതിരെ മുനമ്പം ജനതയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു. BJP-യുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും തന്നെ പ്രധാനമായിട്ട് ഇതിൽ എല്ലാ തരത്തിലുള്ള സമരകാര്യങ്ങളിലും പങ്കാളികളായിരുന്നു. സുരേഷ് ഗോപിയുടെ മികച്ച രീതിയിലുള്ള ഇടപെടലെല്ലാതും. ഇപ്പോൾ BJP-യുടെ ഒരു നിലപാടിനെ പൂർണ്ണമായിട്ടും മുനമ്പം ജനത അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു വിധി പരാമർശം ഉണ്ടാകാൻ കാരണം BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി പുതിയ നിയമമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാൻ പറ്റിയത്. വഖഫ് ബോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ കൊള്ളരായ്മകളെയും എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു വിധി കൂടിയാണിത്. യഥാർത്ഥത്തിൽ ഈ ഒരു വിധി വരുന്നതിന് പ്രധാന കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്. തീർച്ചയായിട്ടും, ഓഫ്കോഴ്സ് BJP സർക്കാരിന് ഞങ്ങളുടേതായ നന്ദിയുണ്ട്. ഞങ്ങളുടെ കൂടെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈ കേസിന്റെ മാലാകമാരായിട്ട് നിന്നിട്ടുള്ള ഫാദർ ജോഷി മയ്യാറ്റിൽ, സ്റ്റാലിൻ ദേവൻ സാറ്, പിന്നെ മീഡിയ, എസ്പെഷ്യലി താങ്കളോടുള്ള നന്ദി. കാരണം ഞങ്ങളുടെ സ്വരം പല സ്ഥലത്ത് എത്തിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാസയിലെ കെവിൻ പീറ്റർ, മറുനാടൻ ഷാജൻ സാറ്, ABC ന്യൂസ്, സുനിൽ വടയാർ, മോഹൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവരെല്ലാവരോടും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കാരണം അതിലുപരി ഇപ്പം ഞങ്ങൾ ഇന്ന് ഇതിരിക്കുക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇന്ന് വിധിയിലെല്ലാത്തിലത് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഞങ്ങളുടെ ഈ ഭൂസംരക്ഷണ സമിതിയിലെ ഏതാനും വ്യക്തികൾ കോൺഗ്രസിന് വേണ്ടി അടിമവേല ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഇന്നത് ഞങ്ങൾ അമിത്ഷായ്ക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി ഒരു NIA അന്വേഷണം. കാരണം ഭൂസംരക്ഷണ സമിതിയിൽ എസ്പെഷ്യലി 2 വ്യക്തികളുടെ അവരുടെ കാര്യങ്ങളെ മാത്രം ഇത് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിക്ക് ഞങ്ങൾ കിട്ടാവുന്ന ആൾക്കാർ ഒപ്പിടാൻ ആഗ്രഹമുള്ളവരെല്ലാവരെയും കൊണ്ട് ഒപ്പിടിപ്പിച്ചതിന് ശേഷം ഈ ഭൂസംരക്ഷണ സമിതിക്കെതിരെ ഒരു NIA അന്വേഷണം വരണം. കാരണം ഇത് തീവ്രവാദികളായ വഖഫ് ബോർഡിന് വേണ്ടി കൂട്ടിക്കൊടുപ്പുകാരായിട്ട് മാറിയിരിക്കുകയാണ് ഈ 2 പരനാറികൾ. അതായത് ഈ ചെയർമാനും കൺവീനർ എന്ന് പറഞ്ഞിരിക്കുന്ന 2 പരനാറികൾ ഈ ഒരു വഖഫ് ബോർഡിന് വേണ്ടി കൂട്ടിക്കൊടുപ്പുകാരായി മാറിയിരിക്കുകയാണ്. അതായത് വയറ്റപ്പഴപ്പിന് വേണ്ടി കിട്ടുന്ന കാശ് മേടിച്ച് തിന്ന് ഞങ്ങളെ ചതിക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു പുതിയ വക്കീലിനെ അവതരിപ്പിക്കാൻ പറ്റി. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ കേരളത്തിൽ നിന്നുള്ള LDF-ന്റെ ഒരു MP യും UDF-ന്റെ 18 MP-മാരും പാർലമെന്റിൽ ഈ വഖഫ് ബോർഡിനെ പിന്തുണച്ചുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പാർലമെന്റിൽ BJP സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആദ്യ സമയങ്ങളിൽ ഈ മുനമ്പൻ ജനതയ്ക്ക് അനുകൂലമാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞു വരികയും പാർലമെന്റിൽ മുനമ്പൻ ജനതയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്ത ആളുകളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരോട് എന്താണ് പറയാനുള്ളത്? അവരിന്നും എതിരെയാണ് സംസാരിച്ചത്. ഇന്ന് CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നോട്ടീസാണ്. വഖഫ് ഭൂമിക്ക് ഇനി മുതൽ കരമടക്കാം, LDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. അപ്പോൾ അവർ വീണ്ടും പറയുന്നത് എന്താണ്? ഞങ്ങൾ വീണ്ടും വഖഫ് ഭൂമി എന്നാണ്. ഇതാണ് LDF-ന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഒന്നും കൂടി ഞാൻ വായിക്കണം. വഖഫ് ഭൂമിക്ക് ഇനി മുതൽ കരമടക്കാം, LDF സർക്കാരിന് അഭിവാദ്യങ്ങൾ, CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റി. അതിനർത്ഥം എന്താണ്? ഞങ്ങളിപ്പോഴും അവരിതിനെ വഖഫ് ഭൂമിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങളൊന്നും നടന്നില്ല. അപ്പൊ വീണ്ടും അവർക്ക്
അവർ വഖഫ് ബോർഡിന് വേണ്ടിയാണ് ഇപ്പം ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് വഖഫിന്റെ ഭൂമിയിലാണ് ഇപ്പം ഞങ്ങൾക്ക് ഇതിന് എന്തിനെതിരെയാണ് ഞങ്ങൾ സംസാരിച്ചത്? ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇത് വഖഫ് ഭൂമി അല്ലെന്നുള്ളതാണ്. ഇവർ പറയുന്നത് എന്താണ്? വഖഫ് ഭൂമിക്ക് ഇനി മുതൽ കരമടക്കാം. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ ഇതാക്കേണ്ടത്? ഇപ്പൊ ഈ UDF നേതാക്കന്മാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് നിങ്ങളുടെ MP ആയിട്ടുള്ള ഹൈബി ഈഡൻ, അദ്ദേഹം നിസ്സാരമായിട്ട് ഇതിനെ പരിഹരിച്ച് തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങൾക്കെതിരെയാണ് പാർലമെന്റിൽ അദ്ദേഹം സംസാരിച്ചത്. ഹൈബ്രിഡ് ഈഡനോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്താ പറയണ, അവനെ കുറിച്ച് വായയിൽ വരുമ്പോൾ ഞങ്ങൾക്ക്, കാരണം പറയാനില്ല, അവൻ അതിനുള്ള ഞങ്ങളുടെ വായ നാറിപ്പോവും അവനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ. ഈ ചേട്ടന്മാരോട് ചോദിക്കാം, കാരണം ഇവിടെ നടന്നേക്കുന്ന കാര്യങ്ങൾ എന്നിലും എല്ലാവരും ഇവിടെ നാട്ടുകാരാണ്, ഇവർക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയാൻ പറ്റും. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ നമ്മുടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സമര പോരാട്ടം ഇപ്പൊ ഏകദേശം നിങ്ങളിപ്പോ വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഈ സമയത്ത് നിങ്ങൾക്കെതിരെ നിലകൊണ്ട ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, പ്രത്യേകിച്ച് ചില ജനപ്രതിനിധികൾ. അവരെല്ലാവരും പ്രത്യേകിച്ച് UDF LDF ആളുകൾ, അവരോടൊക്കെ ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരഭൂമിയിൽ ഇവിടെ ഇരട്ടത്താപ്പാണ് നടത്തിയിട്ടുള്ളത്. ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഭരിക്കുന്ന ഭരണപക്ഷിക്കും ഈ പ്രതിപക്ഷത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ അവര് നിലകൊണ്ടേക്കുന്നത്. ഇവിടെ ഈ വഖഫ് ഭൂമി അല്ലാന്ന് ഇവിടെ ഉള്ള ജനങ്ങൾ തീർത്തും പറയണം. കാര്യം വഖഫിനോടല്ല വിലക്കെടുത്തിരിക്കുന്നത്. ഇത് ഫറൂഖ് കോളേജിന്റെ നിന്ന് വിലക്കെടുത്ത ഭൂമിയാണ്. 10-30 കൊല്ലമായിട്ട് ഞങ്ങൾ എല്ലാം അവകാശങ്ങളെല്ലാം വെച്ച് കൈകാര്യം ചെയ്തിരിക്കുന്ന ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ 2019 വന്നിട്ട് പറഞ്ഞ് ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നോട്ടീസ് തരാതെ അവരുടെ ആസ്തിയിലോട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. അന്ന് തുടങ്ങിയുള്ള സമരമാണ് ഞങ്ങളുടെ. ഈ സമരത്തിന് ഇവിടെ ഈ പള്ളി അങ്കണത്തിൽ തുടങ്ങിയതിനു ശേഷം ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒളിച്ചും പാത്തും വന്നും കൊണ്ട് ഞങ്ങൾക്ക് ഇത് 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാം, ഈ അരമണിക്കൂർ കൊണ്ട് ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ നിന്ന് ചെന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പാർലമെന്റിലായാലും നിയമസഭയിലായാലും ഈ കൈവെക്കണതല്ലാണ്ട് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായില്ല. ഇത് കേസ് നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ കേസിന്റെ നടത്തിപ്പും പോക്കും ഒക്കെ ഒരു തോന്നിയാസം പോലെയാണ് പോയത്. കാര്യം വഖഫിന് ചായവായിട്ടാണ് ഇവിടെ ഉള്ള കമ്മിറ്റിക്കാർ തീരുമാനിച്ചത്, കമ്മിറ്റിക്കാർ പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പൊ ഈ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ പാർലമെന്റിൽ ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയത്. ആ ഒരു ബില്ല് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് പോലും ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സമയത്ത് എന്താണ്, ഏത് തരത്തിലുള്ള ഒരു അഭിനന്ദനമാണ് പറയാനുള്ളത്? പിന്നെ പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കാര്യം പാർലമെന്റിൽ ഈ JPC എന്ന് പറയുന്ന ഒരു ഇത് അംഗീകാരം വന്ന് അതിനെ അംഗീകരിച്ച് അവിടെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഈ ഭൂമിക്ക് തന്നെയല്ല, മുൻപം ഭൂമിക്ക് തന്നെയല്ല, ഇന്ത്യയിലുള്ള മൊത്തം ഭൂമിക്ക് വേണ്ടിയിട്ടും ഇതിന്റെ നമ്പറൊക്കെ മാറ്റി എഴുതിയെടുത്ത് അത് പാർലമെന്റിൽ എഴുതിയെടുത്തതിന് ശേഷം ഇവിടെ രാഷ്ട്രപതി അംഗീകരിച്ച് പാസ്സായതിനു ശേഷം ഇത് കോടതി കിടക്കുന്ന കേസുകളൊക്കെ ഇങ്ങനെ മാറ്റം വന്ന് അവർക്ക് എതിരായിട്ടുള്ള മാറ്റം വന്ന് കോടതി വിധി വന്ന് ആ വിധിയാണ് ഇപ്പം ഞങ്ങൾക്കും കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച ആളുകളോട് ഈ ഒരു സമയത്ത് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയം കളിക്കുന്ന ആള് എന്ന് പറയുന്നത് അവർക്ക് വേറെ കണ്ണുണ്ടാവുമല്ല. രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാർക്ക് വേറെ കണ്ണുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ പാവങ്ങളെ, ഈ മത്സ്യത്തൊഴിലാളികളെ ആട്ടി ഓടിക്കാന്നുള്ള ഒരു കണക്കൂട്ടൽ വഖഫിനുണ്ടായിരുന്നു. മനസ്സിലായ? അവരുടെ ആസ്തി പട്ടികയിൽ 15ാമത്തെ നമ്പറാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടേക്കണത്. ഇത് 2ാമത്തെ നമ്പറായിട്ട് അവർ പിടിച്ച് ഇട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ആട്ടി ഓടിച്ച് ഈ 610 വീട്ടുകാരെ ഓടിക്കുക, എന്നിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിനിവിടെയുള്ള രാഷ്ട്രീയക്കാർ കൂട്ടുനിന്ന് പക്ഷേ തമ്പുരാന്റെ സഹായത്തിൽ, ഈ മാതാവിന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് പുതിയൊരു കേസ് ഈ പിള്ളേരെ കൊണ്ട് കൊടുത്ത് അത് വിധി വന്ന് ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമായി ആ കാര്യത്തിൽ.